ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ആയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറേയേറെ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. തൈരിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? തൈരിൻ്റെ കൂടെ മറ്റ് പലതും ചേരുമ്പോൾ അത് നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന അതിശയിപ്പിക്കുന്ന മിശ്രിതങ്ങളായിട്ട് മാറുന്നുണ്ട്. 4 ദിവസങ്ങൾ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും ചുളിവുകളും അകറ്റി ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ടിപ്പുകളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് തൈരും അരിപ്പൊടിയും മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ്. മുഖത്ത് നിറവും തിളക്കവും ഉണ്ടാക്കുന്നു ഈ ഒരു പാക്ക്. 1 ടേബിൾ സ്പൂൺ തൈരിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. മുഖത്തും കഴുത്തിലും ഇത് തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കും. കൂടാതെ തൈരിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ നീരും ഗ്ലിസറിനും മിക്സ് ചെയ്ത് തേക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിക്കുകയും മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ വരൾച്ചയും ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ തൈരും തക്കാളിയുടെ നീരും തേനുമാണ് മുഖസൗന്ദര്യത്തിനായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത്. ഇത് മൂന്നും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ 4 ദിവസം കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയിൽ വൈറ്റമിനുകൾ വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നിറവും നൽകുന്നതിന് സഹായിക്കുന്നവയുമാണ്. തൈരിൽ റോസ് വാട്ടറും ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു രീതിയും മുഖസൗന്ദര്യത്തിന് നല്ലൊരു വഴി തന്നെയാണ്. തൈരും കുക്കുംബറുമാണ് മറ്റൊരു വഴി. നല്ലതുപോലെ വിളഞ്ഞ കുക്കുംബറിൻ്റെ നീര് തൈരുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതുമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വഴിയെന്ന് പറയുന്നത് കടലമാവും തൈരും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തുള്ളതാണ്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി നമുക്ക് മുഖത്ത് പുരട്ടാം. ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചർമ്മം കൂടുതൽ സുന്ദരവും മൃദുലവുമാകാനായിട്ട് നമ്മളെ സഹായിക്കും. സൂര്യാഘാതം മൂലം ഉണ്ടാകുന്ന പൊള്ളലിന് തൈര് പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന മുഖത്തെ കരിവാളിപ്പിനും തൈര് നല്ലൊരു പരിഹാരം തന്നെയാണ്. ബാക്ടീരിയ, ഫംഗസ് എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാനും തൈരിന് കഴിയും. നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറാനും നമുക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ ചെറുതാക്കാനും മൃതകോശങ്ങളെ തടയാനും നല്ലതാണ്. ഇനി മഞ്ഞൾ. ആഹാരത്തിന് മാത്രമല്ല മുഖത്തും ശരീരത്തും മഞ്ഞൾ തേക്കുന്നത് ശാരീരിക മാനസിക ഊർജത്തിന് വളരെ സഹായിക്കും. ഇൻഫെക്ഷനുകൾ തടയാൻ മഞ്ഞൾ ഒരു നല്ല ഔഷധമാണ്. മുഖക്കുരു, കറുത്ത പാടുകൾ, ചർമ്മരോഗങ്ങൾ എന്നിവ തടയാനായിട്ട് നമുക്ക് മഞ്ഞൾ അരച്ച് തേക്കുന്നത് നല്ലതാണ്. മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുഖത്ത് തിളക്കമുണ്ടാക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഇനി എളുപ്പത്തിൽ നമ്മുടെ മുഖം മിനുങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ വേവിച്ചുടച്ച പട്ടാണിപ്പയർ, 1 ടേബിൾ സ്പൂൺ തേൻ, 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ കറ്റാർ വാഴയുടെ നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇവയെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യുക. പിന്നീട് നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ മുഖം വൃത്തിയാക്കുക. ശേഷം ഒരു 10 മിനിറ്റ് നമ്മുടെ മുഖത്ത് ആവി കൊള്ളുക. എന്നിട്ട് നമ്മൾ മുഖം പതുക്കെ ഒന്ന് മസാജ് ചെയ്തുകൂടി കൊടുക്കുക. ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് മുഖത്ത് ഉണങ്ങി പിടിക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് നല്ലതുപോലെ ഉണങ്ങി പിടിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖകാന്തി വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും തന്നെയും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.
പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ ഐക്കണും അവിടെ വരുന്നതായിരിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നും രാവിലെ 8 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.